വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി വീട്ടിലെ 4 ചെറിയ സൈക്കിളുകളും നൽകി കുരുന്നുകൾ. 3 മുതൽ 10 വയസ്സുവരെയുള്ള 4 മക്കളോട് കൊച്ചി ഇടച്ചിറ സ്വദേശി PB എൽദോ വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൈക്കിളുകൾ നൽകാൻ കുട്ടികൾ തയ്യാറായി. വയനാട്ടിലെ പുനരധിവാസത്തിന് വീട് വെച്ച് നൽകുന്നതിനായി ആക്രി ശേഖരിക്കുന്ന DYFIക്കാരാണ് കുട്ടികൾ സൈക്കിളുകൾ നൽകിയത്. ചില ദുരന്തങ്ങൾ അങ്ങനെയാണ്, നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലും നമ്മളത് വല്ലാതെ അങ്ങോട്ട് സ്പർശിക്കും. അതുപോലെയാണ് വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ. വയനാടിൻ്റെ അവസ്ഥ TV-യിൽ കണ്ട സമയത്ത്, അനാഥരായ കുട്ടികളെ കണ്ട സമയത്ത് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഈ ചെറിയ കുരുന്നുകൾക്ക് തോന്നിയിട്ടുള്ളത്. പൈസയായിട്ടൊന്നും അവരുടെ കയ്യിൽ കൊടുക്കാനില്ല, ആകെ അവരുടെ കയ്യിലുള്ളത് ഓടിച്ചുകൊണ്ടിരുന്ന സൈക്കിളാണ്. അപ്പോൾ ആ സൈക്കിൾ വിറ്റിട്ട് എന്തെങ്കിലും കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു ഇവർ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പേനോട് പറഞ്ഞ് ഇതിങ്ങനെ കൊടുക്കാമെന്ന്. അപ്പം അപ്പ എന്നെ പറഞ്ഞു ആ കൊടുക്കാമെന്ന്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടികൾ ഇത് ശ്രദ്ധിക്കണ്ടല്ലോ, TV-യിലും മാധ്യമങ്ങളിലൂടെയും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കുട്ടികൾക്ക് അതിൻ്റെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യൂണിറ്റുകൾ ബന്ധപ്പെട്ട് നമ്മൾ DYFIയുടെ 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റ് ഭാരവാഹികളെ വിളിക്കുന്നതൊക്കെ കുട്ടികൾ ശ്രദ്ധിക്കണ്ടായിരുന്നു. നമ്മൾ സ്ക്രാപ്പ് ഉള്ള എല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് അത് വിറ്റ് പൈസ നമുക്ക് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ കേട്ട് കുട്ടികൾ എന്നോട് പറഞ്ഞ്. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന നമുക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കുട്ടികൾ ചിന്തിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ല. അപ്പോൾ കുട്ടികൾ പറഞ്ഞ് സൈക്കിളുണ്ട്, സൈക്കിൾ നമുക്ക് വിറ്റിട്ട് പൈസ ഇതിലേക്ക് കൊടുക്കാം. എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. നമ്മളതിനെതിരെ ഒന്നും പറയാതെ നല്ല രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് കുട്ടികൾ ഇനിയായാലും ഇത് മുന്നോട്ട് ഈ രീതിയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൽദോ ചുമട്ടുതൊഴിലാളിയാണ്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് പിള്ളേർക്കൊക്കെ ഒരു സൈക്കിളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തൻ്റെ മക്കൾക്ക് ഉണ്ടായ സൈക്കിള് കുട്ടികൾ തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ഈ സൈക്കിള് വിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് ഈ പാവപ്പെട്ട നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കാം. എന്തായാലും നമ്മളുടെ കുട്ടികൾ എടുത്ത ഈ തീരുമാനം ഈ നാടിനും ഞങ്ങൾക്കും എല്ലാം വലിയ അഭിമാനകരമായൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനില്ലെങ്കിലും വീട്ടിൽ ചെറിയ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പം മക്കൾ ഈ സൈക്കിളൊക്കെ കൊടുത്ത പോലെ ഒരുപാട് രൂപയൊന്നും കൊടുക്കാൻ ചിലപ്പം കയ്യിലുണ്ടാവില്ല. പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ സഹായങ്ങളോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളോ വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ഇതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് നമ്മളെ വീട്ടിൽ അനാവശ്യമായിട്ട് കിടക്കുന്ന സാധനങ്ങളൊക്കെ വിറ്റ് അവരെയും കൂടി സഹായിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും വയനാടിന് വേണ്ടി ഒരു കൈത്താങ് എന്നോണം നിൽക്കുന്നത്. സൈക്കിൾ കൊടുക്കുന്നതിൽ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. നമ്മൾ ചെറിയ നിക്ഷേപം പോലും ഇന്ന് വയനാടിന് വലിയൊരു കൈത്താങ്ങാണ്. വീഡിയോ ജേർണലിസ്റ്റ് ശരത്തിനൊപ്പം റിപ്പോർട്ടർ സ്മൃതി ഇൻ റിപ്പോർട്ടർ TV കൊച്ചി.